കുറേ ദിവസമായി ഇങ്ങനെ വിചാരിക്കുന്നു കമ്പ്യൂട്ടർ ഒന്ന് ക്ലീൻ ചെയ്യണം കാരണം വെച്ചാൽ എപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ടൈമും കിട്ടുന്നില്ല. കാലത്തെല്ലാം എൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിയുമ്പോഴേക്ക് പിന്നെ ഞാൻ കിച്ചണിൽ ഇറങ്ങും. കിച്ചണിൽ കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കെന്ന് വെച്ചാൽ മാച്ചും ഉണ്ടാകും ഗ്ലാസ്സിലിരിക്കുന്നത്. പിന്നെ ഉച്ചയാകുമ്പോഴേക്കെന്ന് വെച്ചാൽ മടി പിടിക്കും, വേഗം പോയി കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ പൊടിയുടെ പരിപാടിയൊന്നും എടുക്കില്ല. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അതുകൊണ്ടാണ് ഇന്ന് കാലത്ത് തന്നെ എണീച്ചിട്ട് ഞാൻ വിചാരിച്ച് ചായ കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കുക, പിന്നെ കുറച്ച് എന്താ പറയുക ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചിട്ട് ഇവിടെ വന്നിരുന്നതാണ്. വേഗം മാച്ചുവിൻ്റെ പണി തുടങ്ങുമ്പോഴേക്ക് എൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഒരു 6 മാസമെല്ലാം എത്തുമ്പോൾ അവരെ വിളിച്ചാൽ ഇതിൻ്റെ അകത്തെല്ലാം ഉള്ളത് ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ ഇതിൻ്റെ ഉള്ളിലത്തൊന്നും പിന്നെ പൊടി തുടക്കാൻ കഴിയില്ല, ജസ്റ്റ് ഇങ്ങനെ പുറമേ ഉള്ളതെല്ലാം തുടക്കാൻ പറ്റുള്ളൂ. എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് പിന്നെ അവൻ വിളിച്ചപ്പാട് വരും. വേറൊരു സംഭവം കണ്ട ഇവിടെ, ഇതിപ്പോൾ എത്ര കാലമായി ഞാൻ അവനെ വിളിക്കുന്നു, പണിക്കും വരൂല പൈസക്കും വരൂല. ഞാൻ പിന്നെ വിചാരിച്ചാൽ അവിടെ നിൽക്കട്ടെ, ഏതായാലും ഉപ്പ വരുന്നുണ്ട് 2 മാസം കഴിഞ്ഞാൽ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഉപ്പ വിളിച്ചാൽ വേഗം വരും. ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നാളെ എന്ന് പറഞ്ഞിട്ട് എന്നെ ഉരുട്ടും. ചായ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും പുറത്ത് വന്നിരിക്കാതെ, കാരണം 2 ദിവസമായിട്ട് നല്ല അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ തണുപ്പത്ത് ചായ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് അല്ലേ. തണുപ്പത്ത് ചായ എന്ന് മാത്രമല്ല എന്തെന്നും തണുപ്പത്ത് കഴിക്കാൻ പ്രത്യേക ഒരു സുഖമാണ്. ഫുഡും പിന്നെ തണുപ്പുമായിട്ടൊരു എന്താ പറയുക നല്ലൊരു കോമ്പിനേഷനാണ്. പക്ഷെ മഴക്കാലം ഓർമ്മിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല ഒരു എന്താ പറയുക നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ചെറുതിൽ ഞാൻ ഒരു 10 വയസ്സല്ലുള്ള സമയത്ത് എന്ന് പറഞ്ഞാൽ 6 മണിക്ക് എണീച്ചിട്ട് നമ്മൾ കടവത്ത് പോകും. ഞാൻ ഇവിടുന്ന് കുറച്ച് കുട്ടികളൊക്കെ പോയിട്ട് പിന്നെ ചെമ്മീനൊക്കെ വാങ്ങിക്കും. കടവത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ പറയുക, കടവുണ്ടോയെന്ന് എനിക്കറിയില്ല, ആ സമയത്ത് കടവുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങൾ ഇവിടുന്ന് അങ്ങത്തോളം പിന്നെ തെക്ക് മുതൽ വടക്ക് വരെ പുഴൻ്റെ സൈഡിൽ പറയൽ കടവത്ത് നിന്നാണ്. കടവത്ത് എന്നുള്ളത് ലോപിച്ചിട്ട് കടവത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് നല്ല കുഞ്ഞി ചെമ്മീൻ, അതുപോലെ കുഞ്ഞി നെത്തല്, മുള്ളന് അങ്ങനത്തെ എല്ലാം വാങ്ങിക്കും. പൊതുവെ ആ സമയത്ത് എല്ലാവരും നമ്മൾ ഇവിടുത്തെ പുഴമീൻ തന്നെയാണ് കഴിക്കല്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, പുഴമീൻ പിടിക്കുന്നവർ വളരെ കുറഞ്ഞ്, അതുപോലെ തന്നെ മീനിന് പൈസയും കൂടി. പുറത്തുനിന്ന് വരുന്ന മീനാണെങ്കിൽ ഒരു ടേസ്റ്റും ഇല്ല. പക്ഷേ എനിക്ക് പിന്നെ മാച്ചുവിൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛൻ കൊണ്ടുതരും നല്ല അടിപൊളി മീനാണ്. അപ്പോൾ ഷിറുള്ള സമയത്ത് നല്ല നല്ല മീനെല്ലാം കിട്ടിയിട്ടുണ്ട്, കാരച്ചെമ്മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കുറേ ആയിട്ട് കാരച്ചെമ്മീനൊന്നും കിട്ടുന്നില്ല. കാരച്ചെമ്മീൻ എന്ന് പറഞ്ഞാൽ കൊഞ്ചാണ്, വലിയ ചെമ്മീനാണ്. അപ്പോൾ അതൊക്കെ കിട്ടലുണ്ട്. ഇപ്പോൾ കുറേ ആയിട്ട് അതൊന്നും കിട്ടുന്നില്ല. പക്ഷെ ഇന്നലെ പിന്നെ അവർ വിളിച്ചിട്ട് എനിക്ക് കുറച്ച് ചെമ്മീനും അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക ചെറിയ മീനൊക്കെ കൊടുത്തതിന് മുള്ളനും പിന്നെ അതുപോലെ നത്തലെല്ലാം മിക്സിങ് ആയിട്ടുള്ള നല്ല എന്താ ടേസ്റ്റ് എന്ന് പറയാം. കുറേ കാലത്തിന് ശേഷമാണ് നല്ലൊരു പച്ച മീൻ കഴിച്ച ഒരു ടേസ്റ്റ് വരുന്നത്. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ എല്ലൊരു ഉണക്ക് ചോദിക്കുന്നുണ്ട്, അതൊന്നും രസമില്ല. പിന്നെ ഞാൻ ഇന്നലെ അത് കൊണ്ടു തന്നപ്പോൾ ഞാൻ ചോദിച്ചു പിന്നെ ഇന്ന് മീൻ ഉണ്ടാവുമോ? ആ മീൻ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അഴീക്കോട് വിളിച്ച് ചോദിച്ചപ്പോൾ കുറേ ആൾക്ക് മീൻ വേണം. അവർക്കൊന്നും മീൻ കിട്ടലില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് പോകുന്നത്. പിന്നെ കൂടെ എനിക്കും ഉണ്ടെങ്കിൽ വാങ്ങിക്കണം. പിന്നെ അത് മാത്രമല്ല ഇവരെന്ന് പറഞ്ഞാൽ വല കെട്ടുന്നവരാണ്. അപ്പോൾ വല കെട്ടിയിരുന്ന് പറഞ്ഞാൽ എല്ലാം മിക്സായിട്ട് ഉണ്ടാകും. അതൊക്കെ അപ്പം ഇങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞ് കുറേ ആൾക്കാർ ഇരുന്നിട്ട് തിരിയൽ മീൻസ് സെപ്പറേറ്റ് ചെയ്യും, ഓരോന്നോരോന്നാക്കി വരും. അതായത് കുഞ്ഞിച്ചെമ്മീൻ വേറെ, വലിയ ചെമ്മീൻ വേറെ, അങ്ങനെ ആക്കി വെക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് അത് കാണിച്ചു തരാം, നല്ല രസമല്ല അതെല്ലാം കാണാൻ വേണ്ടി. ഇപ്പോഴത്തെ കുട്ടികളൊന്നും അതൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഏതായാലും ഞാൻ വേഗം അവിടെ പോയിട്ട് ചായ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് എന്നിട്ട് വേഗം അവിടെ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാണെന്നുള്ളത്. ഇവിടെ ഒരു കുഞ്ഞ് കാവലുണ്ട് കേട്ടോ. ഇതാണ് മാച്ചുവിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്. ഇതിൻ്റെ ബാക്ക് സൈഡാണെന്ന് തോന്നും പിന്നെ എന്താ പറയുക സെപ്പറേറ്റ് ചെയ്യുന്ന സ്ഥലം. നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെയൊക്കെ മഴ പെയ്തുകൊണ്ട് വെള്ളമാണ്. അയ്യോ എല്ലാം പറക്കിക്കഴിഞ്ഞ് സാരമില്ല ഞാൻ ഇതെല്ലാം എടുക്കാം. രാവിലെ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഹസ്ബൻഡ് വിളിച്ചിട്ട് വർത്താനം പറയാൻ നിന്നിട്ട് ഇതെല്ലാം മിക്സിങ് ആയിട്ട് ഉണ്ടാകുക അല്ലേ. ഇതാണ് ജയരാജേട്ടൻ കേട്ടാ, മാച്ചുവിന്റെ ഫ്രണ്ടിന്റെ അച്ഛൻ. ഇതാണ് നമ്മള് പറഞ്ഞു വെച്ച ചെമ്മീൻ അല്ലേ. പിന്നെ ഇതാണ് ഇന്നലെ ജയരാജേട്ടൻ കൊടുത്തതിന് അടിപൊളി മീനാണ്. ഇന്ന് കാരച്ചെമ്മീൻ കിട്ടീനല്ലോ ജയരാജേട്ടാ. ഷിറു ഓ അത് ശരി, ഷിറുവിന് ഭയങ്കര ഇഷ്ടാണ്. നമ്മളെപ്പോ ചെമ്മീൻ എന്നല്ല പറയുന്നത്. പക്ഷെ ഇവിടെ എത്തിയപ്പോ ഒരു ചെമ്മീൻ ഇവര് തെള്ളി എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്നാലും ഞാൻ കാണിച്ചു തരാം. തെള്ളി എന്ന് പറഞ്ഞ കുഞ്ഞു ചെമ്മീൻ ഇവര് പറയുന്ന പേരാണ്. തൊലിക്കാനെല്ലാം ഭയങ്കര പാടാണ്. ഉമ്മ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം പറയും എടുക്കണ്ട. എപ്പോ ഇതാ ദാഷാണിച്ച് കൊണ്ടുവന്നാലും എടുക്കല്ലോ, ഉമ്മ തിരിച്ചയക്കലാണ്. ഇതേപോലത്തെ വാങ്ങിക്കൂല. ഇത് കുറച്ചും കൂടി ഇത് ചൂടൻ ചെമ്മീൻ, അതിലും വലുതായിരുന്നു വാങ്ങിച്ചത്. അത് വെള്ള ചെമ്മീൻ. ശരിക്കും ഇതിൽ തന്നെ എന്തെല്ലാം വെറൈറ്റീസ് ആണ്. ഇവിടെ എത്തുമ്പോഴേക്ക് അത്യാവശ്യം മഴയെല്ലാം കൊണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ കാലും കഴുകട്ടെ, അവിടെ ചളി ഉള്ളതുകൊണ്ട് കാലിനെല്ലാം ചളിയായി.
കുറേ ആയി മീനൊന്നും കിട്ടാത്തത്. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് സമാധാനമായി. കുറേ മീനെല്ലാം കിട്ടി. കുഞ്ഞ് നെത്തലുണ്ടായിരുന്നു. ഞാൻ കുറച്ച് നെത്തലും വാങ്ങിച്ച്, പിന്നെ അതുപോലെ മാന്താന്ന് പറഞ്ഞല്ലേ ആ മീനും അങ്ങനെയെല്ലാം വാങ്ങിച്ച്. അതുകൊണ്ട് കുറേ ദിവസത്തേക്ക് ഇനി മീനിൻ്റെ കാര്യം നോക്കണം. ഉച്ചയാകുമ്പോഴേക്ക് തന്നെ വേഗം എന്താ പറയുക 2 ഉണക്ക ചപ്പാത്തിയും കഴിച്ച് റെഡി ആയിട്ടുണ്ട്. അതിന് ചെമ്മീനൊക്കെ കൊണ്ടു കൊടുക്കണം. കാരണം ഫ്രീസറിൽ വെക്കാൻ സ്ഥലമില്ല, കുറേ ഇല്ല. അപ്പോൾ എല്ലായിടത്തും വെക്കാനൊന്നും കഴിയില്ല. പിന്നെ ചീത്തയായി പോകണ്ട. കാരണം ഇവരെന്താ പാതിരാക്കാറ്റം പിടിക്കുന്നതെന്ന് കാലത്ത് കൊണ്ടുവരുന്നതെന്ന്. അപ്പോൾ പിന്നെ ഇനി കുറേ സമയം വെച്ച് കഴിഞ്ഞാൽ ചീത്തയായി പോകും. അപ്പോൾ അത് കൊണ്ടു കൊടുക്കണം. പിന്നെ മാത്രമല്ല നമുക്കിന്ന് ടൗണിലും പോകണം. കാരണം അനിയൻ്റെ കല്യാണമായിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ എൻഗേജ്മെൻറ്റിന് വേണ്ടിയുള്ള ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് പോയിട്ടില്ലെങ്കിൽ പിന്നെ ബാക്കി ദിവസം പോകാൻ കഴിയില്ല. കാരണം നാളെ മുതൽ മാച്ചുവിന് എക്സാം സ്റ്റാർട്ട് ചെയ്യും. എക്സാം സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഇവിടെ അങ്ങനെ ദൂരെയൊന്നും പോകില്ല. ഇവിടെ അടുത്തെല്ലാം പോകുന്നതല്ലാണ്ട് ദൂരെയൊന്നും പോകില്ല. ഒരു എക്സ്ട്രാ ഡ്രസ്സും കൂടി എടുത്ത് വെക്കുന്നുണ്ട്. കാരണം ഞാൻ സ്കൂട്ടർ എടുത്തിട്ടാണ് വന്നത്. മഴയുണ്ട് ചെറുതായിട്ട്. അപ്പോൾ അഴീക്കൂടെ എത്തുമ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ചെമ്മീനെല്ലാം എല്ലായിടത്തും കൊണ്ട് കൊടുക്കണ്ടേ. അപ്പോൾ ഡെലിവറി പരിപാടിയെല്ലാം കഴിഞ്ഞ് പിന്നെ അഴീക്കൂടെ എത്തുമ്പോഴേക്ക് വേണമെങ്കിൽ നനയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഒരു ഡ്രസ്സ് എടുത്ത് കയ്യിൽ വെക്കാം. അപ്പോൾ നനഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് മാറ്റാനുള്ള അന്വേഷിച്ചിട്ട് എല്ലാം എടുത്ത് കയ്യിൽ റെഡിയാക്കി വെച്ച്. ഇല്ലെങ്കിലല്ലേ പ്രോബ്ലം ഉള്ളൂ. ഉണ്ടെങ്കിൽ പിന്നെ വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അവിടെ ഒഴിവാക്കാം. ഡെലിവറിയിൽ കഴിഞ്ഞ് നേരെ അഴീക്കൂടെ എത്തിയത് ഫുള്ളായിട്ട് നനഞ്ഞ്. ആ ഡ്രസ്സ് എടുത്ത് വെച്ചത് ഭാഗ്യമായിപ്പോയി. ഗായ്സ് ഇത് ഡ്രസ്സൊക്കെ മാറ്റിയായിരുന്നു നമ്മൾ ടൗണിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ 4 ആളാണ് പോകുന്നത്. ഷംനിയുണ്ട്, ഷെർഫുണ്ട്, ഷെർമിയുണ്ട്. ഓക്കെ, ഇന്ന് പിന്നെ ഞാൻ ഡ്രൈവറല്ല. ഡ്രൈവർ അല്ലാണ്ട് ഇപ്പം ഇരിക്കുമ്പോൾ ആകെ ഒരു പ്രശ്നം ഉള്ളതെന്ന് പറഞ്ഞാൽ ബ്രേക്ക് ചവിട്ടിക്കൊണ്ടിരിക്കാൻ. അത് മുമ്പേ ഉള്ളതാണ്. പിന്നെ ഇന്ന് ഷെർഫ് അങ്ങനെ സ്പീഡിലൊന്നല്ല. സ്പീഡ് കൂട്ടുന്നവരെ കൂടി ഇരുന്ന് കഴിഞ്ഞാൽ അത് പണിയിട്ടല്. സ്പീഡ് ഇപ്പോൾ അവരെല്ലാം ബ്രേക്ക് പിടിക്കാൻ ഞാൻ അവർ പിടിക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ പോകുന്ന ഗ്ലോബൽ വില്ലേജിലാണ്. ഗ്ലോബൽ വില്ലേജിലാകുമ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടും. അതുകൊണ്ട് പിന്നെ ജസ്റ്റ് ഏതായാലും ഗ്ലോബൽ വില്ലേജ് പോവാതെ ഷംനെ ചിരിച്ചു മരിക്കുന്ന അവള് മാസ്ക് ഇട്ടാണ്ട് അതിങ്ങനെ ഇരിക്കുന്നത് കേട്ടാ. എന്ത് അല്ല അങ്ങനെ പറഞ്ഞത് ഷംന അല്ലെങ്കിൽ എപ്പോ നിക്കലില്ല. ഇപ്പൊ മാസ്ക് ഇട്ടോണ്ടാണ് എങ്ങാണ്ട് നിക്കുന്നത്. അല്ലെങ്കിൽ അടക്കെടുത്തിട്ടുണ്ടാവും അല്ലേ ഷംന? നിനക്ക് ഓർമ്മയുണ്ടോ പെരുന്നാളിനെ നീ ഓടിയത്? കഴിഞ്ഞ വരുന്നുണ്ടല്ലേ ഷിറുവില്ലപ്പോ? ആ ഇല്ല, ഇവിടെ എപ്പവും പാർക്കിംഗ് ഉണ്ടാവില്ല. അങ്ങനെ നമ്മള് ഡ്രസ്സെല്ലാം വാങ്ങിച്ചിട്ട് നേരെ വന്നത് കാലത്തനത്താണ്. കാസക്കാരടുത്ത് ഷെർമി എല്ലാവരും. അതായത് നമ്മളിപ്പോ വന്നതെന്ന് വെച്ചാൽ പൊടിന് ഡ്രസ്സ് എടുക്കാനാണെങ്കിലും നമ്മള് ഡ്രസ്സ് എടുത്ത് കട വെച്ചിട്ടുണ്ടെങ്കിൽ ഇടത്തുമ്പോഴേക്ക് എല്ലാവർക്കും ചെരുപ്പോളം നമുക്ക് വാങ്ങുന്നത്. എൻഗേജ്മെന്റിന് പോകുമ്പോൾ വരെ എല്ലാവർക്കും ചെരുപ്പ് വാങ്ങി ശ്രമിക്കാം. പർച്ചേസെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പാർക്കിംഗ് കിട്ടാൻ കർത്താവിന് വരാൻ പറ്റിയില്ല. ചെറുപ്പം ഓരോ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് കാത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ മെയിൻ റോഡിലേക്ക് നടന്നു വരാമെന്ന് പറഞ്ഞു. പർച്ചേസെല്ലാം കഴിയുമ്പോഴേക്ക് എല്ലാവർക്കും ക്ഷീണം പിടിച്ച്. ഷർഫ് ആണെങ്കിൽ ഉറങ്ങിയിട്ടും ക്ഷീണം പിടിച്ച്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടി ജ്യൂസ് കുടിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ജ്യൂസ് ഫേമസ് ആണ്, പക്ഷെ ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല. ഏതായാലും കുടിച്ചു നോക്കട്ടെ. ജ്യൂസ് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നമ്മൾ സാൻഡ്വിച്ചും കൂടി ഒന്ന് നോക്കട്ടെ. ക്ലബ് സാൻഡ്വിച്ചാണ് നമ്മൾ വാങ്ങിയത്. നമ്മള് കംപ്ലീറ്റ് ആക്കാത്ത ആൾക്കാരെല്ലാം കാണിച്ചതാ. 2 എണ്ണം കുടിക്കാൻ കഴിയുന്നില്ല പോലും. എന്റെ കൈ മാത്രം ഷെർമിക്കും കുടിക്കാൻ കഴിയുന്നില്ല. വേണ ഹെൽപ്പ് വേണ? വേണ്ട. മാസിയുടെ എത്തുമ്പോ ഇതെന്താ മമ്മ എന്ന് ചോദിക്കുന്നുണ്ട്. ഓരോ കവർ കണ്ടിട്ട് മാച്ചൂരൊന്നും വാങ്ങാൻ കഴിഞ്ഞിട്ട് ഇവിടെ എത്തുമ്പോഴേക്ക് ഒരുപാട് സമയമായിട്ട് 7 മണിയായി. ആ ഇതാ ഡ്രസ്സല്ലേ. മാച്ചൊരു വിഷമായി. മാച്ചു ഫ്രൂട്ട്സ് വാങ്ങണമെന്നെല്ലാം പറഞ്ഞാന്ന്. ഇവിടെ ഒന്നുമില്ല കഴിക്കാൻ വേണ്ടി. ഫ്രൂട്ട്സ് വാങ്ങണം അല്ലെങ്കിൽ ബേക്കറി വാങ്ങണമെന്നല്ല. പാവം മതി. ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞപ്പോൾ നല്ലൊരു ആശ്വാസമായി. ഇനിയിപ്പം പണി തീർന്നിട്ടില്ല, കുറച്ച് റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ചപ്പാത്തിയെല്ലാം ചൂടണം. അപ്പോൾ ഞാൻ വരുന്നിടത്ത് തന്നെ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചത്. ടൗണിൽ ഞാൻ വാങ്ങിക്കാൻ മറന്നുപോയി. പിന്നെ വിചാരിച്ചാൽ ഇവിടെ നിങ്ങൾക്ക് പുതിയൊരു നേട്ടം വാങ്ങിക്കാൻ വിചാരിച്ചാൽ, പക്ഷേ പുതിയൊരു ലോക്ക്ഡൗൺ ആണെന്നുള്ള കാര്യം മറന്നുപോയി. പിന്നെ അതുപോലെ പാപ്പിൻശ്ശേരിയും അഴീക്കോടും എല്ലാം ലോക്ക്ഡൗൺ ആണ്. അവിടെ പിന്നെ ഒന്നും വാങ്ങിക്കാണ്ട് തിരിച്ച് വീട്ടിലെത്തി. ഇനിയിപ്പോൾ ആദ്യം പിന്നെ ചപ്പാത്തിയെല്ലാം പരത്തണം. മടി വരുന്നു.
അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടുവാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. വീഡിയോ കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.